ലേണിങ്സ് ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഐ സ്റ്റാർട്ട് ഫ്രം യുവർ ഹോം. ബിഗ്ഗസ്റ്റ് ലേണിംഗ് ഫ്രം യുവർ ഡാഡ് സിനിമ ഇൻഡസ്ട്രിയിൽ വരും. വാട്ട് വാല്യൂസ് എന്തെങ്കിലും ഒരു? I think to be a woman, to be a human being, I learned a lot from Achende, from my father. പക്ഷേ സിനിമയെ കുറിച്ച് ഞാൻ പഠിച്ചത് എല്ലാം ഫ്രം കമലാണ്. That he lit that first spark in me. എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് he never showed the glamorous side of അതുകൊണ്ടും കാണിച്ചില്ല. He took me to editing, he took me to re-recording, he took me to other places, special effects and labs. അങ്ങനെയാണ്. So I think he is my guru when it comes to cinema. And with Mani sir? Mani sir taught me the art of saying no. Wow! അതുവരെ ഞാൻ നോ പറഞ്ഞിട്ടില്ല ആരോടും. എനി നോർമൽ സ്റ്റോറി ഓർ എനി നോർമൽ ക്യാരക്ടർ ഓർ എനി നോർമൽ ഇന്റർവ്യൂ അങ്ങനെ ചെയ്യുമ്പോൾ I used to say yes to everything because that's how my parents brought me up. They said you cannot say no to opportunities that come your way. പക്ഷേ മണി സാരൻ എന്നോട് എനിക്ക് പഠിപ്പിച്ചത് learn to say no. And other thing is I have watched the protagonists, the heroes interfering with the script and the dialogue. അതൊക്കെ കണ്ടിട്ട് why are they interfering with the story അങ്ങനെ ഉണ്ടായിരുന്നു. Mani taught me how to interfere. Wow. Go talk about the scene. If you're unhappy about the scene, tell the director, change the dialogue, change the nature of the scene. അങ്ങനെ എനിക്ക് ആ ധൈര്യം വന്നത് only because of Mani. മലയാളത്തിലേക്ക് വരികയാണെന്നുവെച്ചെങ്കിൽ you have acted with എന്താ പറയാ the most best actors. എല്ലാ ഇൻഡസ്ട്രിയിലും എല്ലാ സൂപ്പർ സ്റ്റാർസിലും അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റാർട്ടിംഗ് വിത്ത് മമ്മൂക്ക, ഫ്രം കൂടെവിടെ ടു മണിമുത്തൂരിലെ ആരും ശിവരാത്രി ടു രാഘുവിലിന്റെ ആദസദസ്സിൽ, അങ്ങനെ കുറേ സിനിമകൾ. സോ ഈ ഇത്രയും ഞാൻ ഓരോ ആക്ടേഴ്സിനും പേര് പറയാം. അവരുടെ സ്ക്രീൻ സ്പേസിൽ യു ഹാവ് സംതിങ് യു ലേൺ ഓർ സംതിങ് യു നോട്ടിസ്ഡ് അബൌട്ട് ഇറ്റ്, അങ്ങനെ എന്തെങ്കിലും നോക്കി? From Mammootty, what I learned is his dedication and hard work and his rehearsals. കുറേയൊക്കെ റിഹേഴ്സൽ ചെയ്യും. Not just in front of camera. From a distance he'll be rehearsing those lines. ഞാൻ I think രാഘുവിലിൻ രാഗസത്ത് മണിമുത്തൂരിൽ ആയിരം ശിവരാത്രികൾ ആ ഷൂട്ടിങ്ങിൽ കണ്ടപ്പോൾ he was just walking with a walking stick whole day. ആ ക്യാരക്ടറിന് വേണ്ടി he was walking with a walking stick. എനിക്ക് കൂടെ ഇവിടെ അപ്പോൾ അവരെ ആരെന്നറിയില്ല. I saw I think ഈനാട് അല്ലെ മലയാളം ഫിലിം, ഈനാട് ഐ ശശിന്റെ ഫിലിം, അതില് അഭിനയിച്ച മമ്മൂട്ടിയാണ് എൻ്റെ ഹീറോ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ലാലു അലക്സിനെ കണ്ട് അവരാണ് എൻ്റെ ഹീറോ എന്ന് ഞാൻ വിചാരിച്ചു. സോ ലൊക്കേഷൻ വന്നപ്പോൾ ഞാൻ ലാലു അലക്സിന് വേണ്ടി ഐ എം സെർച്ചിങ് ഫോർ ഹിം. പിന്നെ മമ്മൂട്ടി വന്നപ്പോൾ ഈ ആളാരാണ് മാറ്റിയോ അങ്ങനെ. അപ്പോൾ അയ്യോ ഹീസ് എ വെരി ബിഗ് ആക്ടർ, അവരും അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ അവരെ ഐ ഡോണ്ട് ഓർമ്മയില്ല ഫിലിമിലുണ്ടോ അവരങ്ങനെ. സോ ഐ വാസ് റിയലി ബാഡ്. ബട്ട് മമ്മൂട്ടി വാസ് ദ ബെസ്റ്റ് കോസ്റ്റാർ. എൻ്റെ ഫസ്റ്റ് കോസ്റ്റാർ അല്ലേ മലയാളത്തിൽ. സോ ഞാൻ അവരോട് I think on his 70th birthday ഞാൻ പറഞ്ഞു, he is the epitome and great representation of Kerala for me. That gentleness, that grace that he had, and that casual that approach that he had, and the hard work. It was very good, great role model for me, and great exposure to Kerala for me was Mammootty. It was excellent. Sakshana Lal sir is like a big, Mani is a huge fan. ഇരുവർ മാത്രമല്ല, even before that. And Kamal is a big fan of Mohanlal. So ഞാൻ മോഹൻലാലെ കുറിച്ച് കമൽ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ Mani is praising him all the time. പക്ഷെ എനിക്ക് അവരോട് he was supposed to act in ആരോര് മര്യാദ, ബട്ട് വന്നില്ല, ഷൂട്ടിങ്ങിന് വന്നില്ല. 5 days വെയിറ്റ് ചെയ്തു ഞങ്ങൾ. സോ വന്നില്ല. പിന്നെ ശങ്കർ ചെയ്തു. സോ അങ്ങനെ there was another film, Chitram, I was supposed to act. Then I couldn't act. But finally we had to wait for Vanaprasthan. Fabulous. Really. Rajni sir. For Rajni sir, ഒരു കമൽ എൻ്റെ അങ്കിളായിരുന്നു. പക്ഷേ ഒരു അൺനോൺ ഒരു എൽഡർ ബ്രദർ ഓർ റിലേറ്റീവ് അങ്ങനെയായിരുന്നു രജനി. സോ ഇൻഫാക്ട് ഞാൻ ആരോടും അറിഞ്ഞില്ല. ഫസ്റ്റ് ടൈം ഐം ടെലിങ് യു, എൻ്റെ ഫസ്റ്റ് ആക്ടിങ് ഓഫർ വന്നപ്പോൾ എൻ്റെ അച്ഛൻ ബിഫോർ കൺസൾട്ടിങ് കമൽ ഈ കൺസൾട്ട് വിത്ത് രജനി, സെയിം ഇങ്ങനെ സുഹാസിനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്, സെയിം മഹേന്ദ്രൻ സാർ. അപ്പോൾ അവർ മഹേന്ദ്രനും രജനിക്കാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പോൾ സോ വാട്ട് ഡു യു തിങ്ക്? And he said, Hasni is a very intelligent girl. Are you sure you want her to be in cinemas? Because according to me, or
she should be in some other field and reach the top level. Angane, but he said, I don't want to interfere. Venda, I don't want to interfere. You do whatever is correct. So I think എൻ്റെ ഫാദർ കൺസൾട്ട് ചെയ്തത് രജനിയോടാണ്. ആൻഡ് രജനി വാസ് നോട്ട് ഷുവർ ദാറ്റ് ഐ ഷുഡ് ബി ഇൻ ഫിലിം ഇൻഡസ്ട്രി. അങ്ങനെ ഹി വാസ് വെരി പ്രൊട്ടക്റ്റീവ് അബൌട്ട് മീ. മനസ്സിലായല്ലേ? സോ ഹി വാസ് വെരി പ്രൊട്ടക്റ്റീവ് അബൌട്ട് മീ. പിന്നെ എൻ്റെ ഫസ്റ്റ് അപ്രീസിയേഷൻ ഓർ കോംപ്ലിമെന്റ് അബൌട്ട് മൈ ലുക്സ് കെയിം ഫ്രം രജനി സർ. എങ്കയോ കേട്ടോ ഓർമ്മയുണ്ടോ? ആ സിനിമയുടെ തെലുഗു ഷൂട്ടിങ്ങില് അവര് ശോഭൻ ബാബു കാണാൻ വന്നപ്പോ അവരറിയില്ല ഐ എം ഓൾസോ ആക്ടിങ് ഇൻ ദ ഫിലിം. പിന്നെ ഞാൻ വന്നപ്പോ ആരായി കുട്ടീനെ നോക്കിട്ട് നമ്മുടെ എങ്ക ഹാസിനിയാ നീ. ഫസ്റ്റ് ടൈം എ മാൻ ആക്ച്വലി കോംപ്ലിമെന്റഡ് മീ. Your face is molded, you're looking so pretty. And he told me. So my first compliment from a man was from Rajnikant. Adi ഞാൻ ഒരിക്കലും മറക്കില്ല. ഫീഡ്ബാക്ക്, ക്രിട്ടിക്കൽ ഫീഡ്ബാക്ക് ആരാ തരുക സാധാരണ? കമൽ സർ. അത് മമ്മൂട്ടിയാണ്. ആണല്ലേ? എൻ്റെ 30s and 40s എൻ്റെ തെലുഗു സിനിമയുടെ ക്ലിപ്പിംഗ്സ് ഒക്കെ കണ്ട് he will call me and tell me, you can't act like how you acted when you were in 20. Reduce it. അങ്ങനെ പറയും. Wow. So that's a good advice for me. ഇപ്പോഴും ഞാൻ പറഞ്ഞു, I think I was talking to some other colleague. പറയുമ്പോൾ I was saying like after 50, reduce 50% because I learned it from the best. മമ്മൂട്ടി എന്നോട് പറഞ്ഞു that don't act like how you were in your 20s. So 30s and 40s you have to reduce, you have to be subtler. And he said, ഞാൻ കണ്ടു നിന്റെ തെലുഗു ഫിലിം ക്ലിപ്പിംഗ് കണ്ടപ്പോ ഭയങ്കര മോശം. He told me. പച്ചയ്ക്ക് പറയും, അതൊരു വിഷമല്ല. മണി സാർ അങ്ങനെ എന്തെങ്കിലും പറയാറുണ്ടോ? സിനിമ കാണുമ്പോ വേണമായിരുന്നോ ചോദിക്കോ? അങ്ങനെയാണ് പറയില്ല. എന്തെങ്കിലും പറഞ്ഞിട്ട് വീട്ടിൽ വരണ്ടേ. സാറിന്റെ ഏതെങ്കിലും ഒരു ഫീമെയിൽ ക്യാരക്ടർ അത് താങ്കളായിട്ട് ഏറ്റവും അധികം റിസംബ്ലൻസ് ഉള്ള ക്യാരക്ടർ? ഡെഫിനറ്റ് ആയിട്ട് അലൈപായതയില് ശാലിനി ഡെഫിനറ്റ് 100%. അതെന്റെ മദർ പറയുന്ന ഡയലോഗൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോ സ്വർണ്ണമാല്യ she'll be combing her hair and then he'll say, பாரு உங்க அக்கா எவ்வளவு முடி அடங்குது, உனக்கு முடி கூட அடங்காது, அடங்காப்படாரி. That's what my other mother used to say. He even kept the dialogue. So Shalini, the character is like based on whatever. Even Roja, that village girl, certain things like her hair, that eyelash varumbo chain, that's something I do. I've told him also. So those kind of things he always takes. And if you have a bad day, adu manasakku engane manchilum innu seriyalla dosam arilla avarkariilla. He's too busy. എൻ്റെ മോനാണ് ആദ്യം നോട്ടീസ് ചെയ്യുന്നത്. എൻ്റെ മോനാണ്. എൻ്റെ അമ്മയ്ക്കും അറിയില്ല. നന്ദൻ ലുക്ക് അറ്റ് മീ and say, "Amma, what is wrong?" Then that's boys. മഴ കംപ്ലീറ്റ്ലി നിന്നു. നമ്മുടെ സമയം ഇടിവെട്ടും നനഞ്ഞിട്ടാണ് ഞാൻ ഈ വീട്ടിലേക്ക് കയറുന്നത്. 2 അടി നടക്കാനുള്ള വെച്ചാലും മഴ നിന്നു കംപ്ലീറ്റ്ലി. ഞങ്ങളുടെ ഈ സംസാരം പ്രകൃതി കൂടി കേട്ടു എന്ന് എനിക്ക് പറയണം. ഇത് സച്ച് എൻ enlightening. എന്നെ ഏതോ ലോകത്തേക്ക് കൊണ്ടുപോയി സുഹാസിനി മാം. ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ഐ എം ഹാപ്പി ജയ മഹേന്ദ്രനാണ് കാരണം നമ്മൾ ഇങ്ങനെ മീറ്റ് ചെയ്യാം. വി ആർ ഇൻ ദ സെയിം സ്ട്രീറ്റ് പക്ഷേ സംസാരിച്ചില്ല. വി ബീൻ ടെക്സ്റ്റിംഗ്. അങ്ങനെയാണ്. സോ ജയ മഹേന്ദ്രന്റെ 4th എപ്പിസോഡാണ് എൻ്റെ ഫേവറേറ്റ് എപ്പിസോഡ്. ബിക്കോസ് എവറിത്തിങ് എൽസ് കുറച്ച് it was going on a satirical, comical ആ സ്റ്റൈലാണ് പോയത്. ബട്ട് 4th I found one substance and one pause. അതാണ്. സോ ഇഫ് ദേ ഗോ ഫോർ ദ സെക്കൻഡ് സീസൺ ഐ എം ഗോയിങ് ടു ടെൽ ശ്രീകാന്ത് ആ പോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ വി നീഡ് ദോസ് ഇമോഷണൽ പോസസ്. സത്യമായിട്ട് പറഞ്ഞാൽ തിരിച്ച് വീണ്ടും ഒരുപാട് നല്ല സിനിമ എനിക്ക് കാണണം. ബിക്കോസ് ഈ 80s താങ്കൾ ചെയ്ത എഴുതാപ്പുറങ്ങൾ സിനിമകളുടെയൊക്കെ വളരെ 3 എംപവേർഡ് സ്ത്രീകളുടെ കഥ, റൈറ്റ്? അത് ഇപ്പോഴാണ് അത് വീണ്ടും റെലവെന്റ് ആണ്. അപ്പോ കൂടുതൽ തിരിച്ചു വരിക ഞങ്ങളുടെ നാട്ടിലേക്ക്. ഡെഫിനറ്റ്. എനിക്ക് വളരെ ഇഷ്ടമാണ് കേരള. എന്നെ I think I told somebody ഈ ജയ മഹേന്ദ്രന്റെ ഇന്റർവ്യൂലാണ് ഞാൻ പറഞ്ഞത് 3 മലയാളി men shaped my intellectual whatever dimensions. പ്രിയൻ, ഡെന്നിസ് ജോസഫ്, ദിനേശ് ബാബു. ഒരു സിനിമാറ്റോഗ്രാഫർ, ഒരു ഡയറക്ടർ, ഒരു സ്ക്രീൻ റൈറ്റർ. അവർക്ക് ഇഫ് ദേ ഡോണ്ട് ഹാവ് ഷൂട്ടിംഗ് ദേ യൂസ്ഡ് ടു കം ടു മൈ ഷൂട്ടിംഗ് ആൻഡ് ചാറ്റ്. അങ്ങനെയായിരുന്നു. സോ ഈവൻ അറ്റ് 80s we had that intellectual and creative freedom ഉണ്ടായിരുന്നു. There was no question of gossip or why boy and girl.
അതൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നില്ല. ആൻഡ് ടുഡേ ഇറ്റ് ഇസ് ഈവൻ ബെറ്റർ. So I think it's so beautiful. The arena gallery is so beautiful. Audience as well as the playing stage. ഒരു ഡയറക്ടറുടെ പേര് പറഞ്ഞാൽ ആരുടെ കൂടെ നീ അഭിനയിക്കും? അപ്പാർട്ട് ഫ്രം യുവർ എന്താ പറയാ ഹോം ഹീറോ, ഒരു ഡയറക്ടറിനോട് അഭിനയിക്കാൻ ബാലുമഹേന്ദ്രയോട് ഇത് പോയി. ഇൻ മലയാളം ഇപ്പോഴത്തെ ഇതില് one director you want to act? I want to act with all of them. All of them. Please. എല്ലാം നന്നാ ചെയ്തിട്ടുണ്ട്. ചെയ്യുന്നുണ്ട്. All the youngsters, I want to work with all of them and get scolded by them. See, സുഹാസിനി അങ്ങനെ ആക്ടിങ് അതല്ല. ഇത്ര ചിരി വേണ്ട, ഇത്ര ഫേസ് കണ്ടോഷൻ അതൊന്നും വേണ്ട. ഞാൻ പഠിപ്പിക്കാം സുഹാസിനിക്ക് എന്ന് പറയുന്ന ഏത് ഡയറക്ടറോടും ആക്ട് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് ഒരുപാട് ഫോൺ കോൾ വരും കണക്ഷൻ ഇല്ലാത്തവർക്ക്. ഞാൻ അപ്പൊ ഈ സ്ട്രീറ്റിൽ നിന്ന് വിളിച്ച് പറയും. All these young directors പേടി വേണ്ട കേട്ടോ. Don't get scared of old people like us. We are very very nice. അതാണ് ഖുഷ്ബുവും പറയുന്നത്. അതാണ് why these youngsters are not approaching us for films. Because അവർക്ക് പേടിയാണ്. ഖുഷ്ബു വേണമെങ്കിൽ oh my god she's such a big heroine, എങ്ങനെ how will I give her stuff, തീനി எப்படி போடுவேன் தமிழ்ல പറയില്ല, எப்படி போடுவேன். So all of us are dying to work with, waiting to work with youngsters. Thank you so much. Thank you.